ഫിറോസ് വന്ന് ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയ വരെ നിരത്ത് വന്നു. ഇവിടെ വന്ന് ഇവിടെ താമസിച്ചു, തനിക്കാരെങ്കിലും ഇവിടെ കൊണ്ട് വീടോട്ടാക്കാൻ വേണ്ടി താമസിച്ചു, അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പവനായി ശവമായി. ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതാണ് കേട്ടോ തോന്നിയത്. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാലേ, വീട് വെക്കുന്നവരല്ല നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുന്നത്, കംപ്ലീഷൻ പ്ലാൻ ആണ് അവർ തരുന്നത്. അതിനുശേഷം നമ്മൾ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇത്ര ഉറപ്പിച്ച് പറയാനായിട്ട് ഞാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. ഞങ്ങൾ വീട് പണി കഴിഞ്ഞ് താമസമൊക്കെ ആയി 1 മാസം ഞാൻ ഈ അപേക്ഷ കൊടുത്തു. അതിനുശേഷം 1 മാസം എടുത്തു എനിക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. എഞ്ചിനീയർ നമുക്ക് തരുന്നത് കംപ്ലീഷൻ പ്ലാൻ ആണ്. അവർ രണ്ടാമത് നമുക്ക് പ്ലാൻ വരച്ചു തരും. എന്നിട്ട് അവരാണ് അപ്ലൈ ചെയ്യുന്നത്. അവരുടെ കമ്പ്യൂട്ടർ വഴി അവർ അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കുറെ പൈസ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾക്കും അടയ്ക്കാനുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഈ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് തരുന്നത്. ഒരാളൊരു ദാനമായിട്ടൊരു വീട്, അത് ഇത്രയും സൗകര്യങ്ങളോട് കൂടി ഇത്രയും നല്ലൊരു വീട് തന്നപ്പോഴത്തേക്ക് അയാൾ ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു. ഇത്രയും അവഹേളിച്ച് ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നി. രേണുസുധിയോടും രേണുസുധിയുടെ പപ്പായോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരിക്കലും ഇത് ചെയ്യരുത്. നമുക്ക് ഒരാളൊരു വീടില്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളൊരു വീട് വെച്ചിട്ട് ഇപ്പൊ 1 മാസം 2 മാസം ആയിട്ടുള്ളൂ. ഞങ്ങളുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. എത്ര നാളെടുത്തു ഞങ്ങളെ ഒരു വീട് പണി തീർക്കാനായിട്ട്. അതിന്റെ പിന്നാലെ ഓടിയതും ഒക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഒന്നും അറിയാതെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് കിട്ടിയത്. ചെറുതായാലും വലുതായാലും നമുക്കൊരു വീട്, ഒരു കടക്കാടെന്ന് പറയുന്നത് പുണ്യം തന്നെയാണ്. അത് ഇനി എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന, നിങ്ങൾ താമസിക്കാൻ വേണ്ടി മാത്രമല്ലേ ആ വീട്ടിലോട്ട് ചെന്നത്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അവർക്കെതിരെ ഒരു ചെറിയൊരു കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന ഇതുപോലെ അവഹേളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഒന്ന് ചിന്തിച്ചു നോക്ക്.